ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പം നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള ആംഗ്ലെറ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ആംഗ്ലെറ്റാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത്, നമുക്കിതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടി അത് കാണാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ എന്നാൽ ശരി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ആംഗ്ലെറ്റ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ട്, എന്താ പറയുക, ഔളും അതേപോലെ തന്നെ ഫ്ലവറും ഒക്കെ ഉള്ള ഒരു ഹാങ്ങിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ആംഗ്ലെറ്റാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ കുറച്ച് മിനിയേച്ചേഴ്സാണ് കേട്ടോ. അതായത് നമുക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ട് പല ഷേപ്പിൽ കണ്ടില്ലേ, നോക്കൂ, ഇതൊരു ഫ്ലവറിൻ്റെ ലോക്കറ്റാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊരു വെറൈറ്റിയാണേ, നോക്കി നോക്കൂ, ഇതും കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. പിന്നെ അതേപോലെ ഇതൊരെണ്ണം, ഇതും നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതും ഒരു ഫ്ലവറിൻ്റെ ഇതാണ്, ലോക്കറ്റാണ്. പിന്നെ ഇത് നോക്കി നോക്കൂ, ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് എലിഫൻ്റ് ആണ് കേട്ടോ. അപ്പം ഇനി അടുത്തത് ഒരു വെറൈറ്റി സംഭവമാണ്, നോക്കി നോക്കൂ, ബുദ്ധൻ്റെ തല, അതും കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ മാലയായിട്ടോ കമ്മലായിട്ടോ അല്ലെങ്കിൽ ആംഗ്ലെറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റിയാണ്. വേറെയും ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാനത് എടുത്തില്ല. ഇത് ഞാനിപ്പോൾ ചെയ്തതിൻ്റെ ഫ്ലവറാണ്, അതും കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. പിന്നെ ഇത് നോക്കൂ, ആമ, എന്തൊരു ഭംഗിയാണല്ലേ, നല്ല ക്യൂട്ടായിട്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ഇത് നോക്കി നോക്കൂ, നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, മഹാദേവൻ്റെ ആ ഒരു ചിഹ്നമാണ് കേട്ടോ. അതായത് മഹാദേവ് എന്ന് എഴുതിയിട്ടുമുണ്ട്, അതേപോലെ ശൂലമുണ്ട്, പിന്നെ ആ ഒരു ഉടുക്കില്ലേ അതുമുണ്ട്. അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ. പിന്നെ അടുത്തത് വരുന്നത് ഇതേപോലത്തെ ക്യാപ്പുകളാണ് കേട്ടോ. സിൽവർ കളറിൽ വരുന്ന ഒരു ക്യാപ്പാണ്. പിന്നെ അതേപോലെ നോക്കി നോക്കൂ, ചതുരത്തിലുള്ള ഒരു എന്താ പറയുക, ബോൾ പോലത്തെ ഒരു ഇതാണ്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോളും ബീഡ്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പല പല തരത്തിലുള്ള ആംഗ്ലെറ്റ്സ് ഉണ്ടാക്കാം. ഇനി ഒരുപാടല്ലെങ്കിൽ കൂടിയും നമുക്ക് ഒരെണ്ണം ഒരു മിനിയേച്ചർ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു ബുദ്ധൻ്റെ തല മാത്രമുള്ള ഒരു ആംഗ്ലെറ്റ് ഉണ്ടാക്കാം. അത് നല്ല ഭംഗിയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് മേടിക്കാൻ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് ഒരു ഗ്രാമിന് 6 രൂപയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഇത് കാണുന്നപ്പോലെയല്ല, നല്ല വെയിറ്റാണ്. നമ്മളിത് വിചാരിക്കും ഒരു ഗ്രാമിന് 6 രൂപയല്ല. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, ഗ്രാമിന് 6 രൂപ പറഞ്ഞിട്ട് കുറേ റേറ്റായി. പിന്നെ ഇതുപോലെ കുറച്ച് റിങ്ങുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഗ്യാപ്പില്ലാത്ത റിങ്, അതായത് നമുക്ക് ആ ഒരു വിടവില്ലാത്ത റിങ്ങും പിന്നെ വിടവുള്ള റിങ്ങും അതേപോലെ ഫിഷ് കൊളുത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എന്തെന്ന് പറയുക, ഇതിന് ലോക്ക് ചെയ്യണ ഒരു ബീഡാണ് കേട്ടോ. അതിനെന്താ കറക്റ്റ് എനിക്ക് പറയാമെന്നറിയില്ല. അപ്പം അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യുന്നത് ഗിയർ വയറിലാണ്. ഇതാണ് കേട്ടോ ഗിയർ വയർ. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ബീഡ്. പിന്നെ ഇതുപോലെ നമുക്ക് ഹോളില്ലാത്ത ഐലറ്റ് പിന്നെ എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് വേണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ക്രിസ്റ്റലാണ്, സ്മാൾ സൈസിലുള്ള ക്രിസ്റ്റൽ ബ്ലാക്ക് കളറിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സാധാരണ നോർമലി കട്ടറും പ്ലെയറും അതേപോലെ സിസേഴ്സുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഗിയർ വയർ ഉപയോഗിച്ചിട്ടാണെന്ന്. അപ്പോൾ ഗിയർ വയർ നമുക്ക് എത്രയാണോ അളവിനനുസരിച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ മോള് ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. അപ്പോഴേക്കും മോൻ വന്നു. അപ്പോൾ അവൻ്റെ സൗണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കേൾക്കുന്നത്. അപ്പോൾ ഈ ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഒരു ഗ്യാപ്പില്ലാത്ത റിങ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു റിങ്ങാണ് കേട്ടോ. 2 രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത്.
പിന്നെ ഞാൻ നമ്മുടെ ലോക്കിംഗ് ബീഡ് ഇതുപോലെ ഒന്ന് ഒരു സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മറ്റേ തല എന്ത് ചെയ്യണം, ആ ജംപ് റിങ്ങിനെ ഉള്ളിലാക്കിയിട്ട് ആ ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും ചിലപ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ കണ്ടില്ലേ, ആ ജംപ് റിങ്ങിനെ നടുവിലാക്കിയിട്ട് ആ ഒരു എന്താ പറയുക, നമ്മുടെ ലോക്കിംഗ് ബീഡിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാവും കിട്ടുക. അതിനതേപോലെ അമർത്തിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതുപോലെ കിട്ടും. എന്നിട്ട് ആ ഒരു നീളത്തിലുള്ള കമ്പീനെ നമുക്കൊന്ന് വലിച്ചെടുക്കാം. കമ്പി അല്ല കേട്ടോ, ഇത് ഗിയർ വയറാണ്. അങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, അതവിടെ എന്താ പറയുക, ലോക്കായി. ഇനി നമ്മൾ ആ ഒരു മുത്തിനെ പിടിച്ചിട്ട് ഒന്ന് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇതേപോലത്തെ ആംഗ്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ ബാക്കി വരുന്ന ഭാഗമൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഞാൻ 12 ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് കളറിലുള്ള ക്രിസ്റ്റലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, 12 എണ്ണം. അപ്പോൾ നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ 12 എണ്ണം തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ, നിങ്ങൾക്ക് എങ്ങനെയാണോ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് ബീഡ്സും അതേപോലെ ആ ഒരു ഹാങ്ങിങ്സും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാക്കി വരുന്ന ആ ഒരു തുമ്പുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടിയും നമ്മൾ ഈ ക്രിസ്റ്റൽ ബീഡ്സിനെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പം നമുക്കത് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ലോക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിങ്ങനെ പുറത്തേക്ക് കാണുക അങ്ങനെ ഒന്നും ചെയ്യൂല. കണ്ടില്ലേ, അപ്പോൾ നല്ല ഒന്ന് ശ്രദ്ധിച്ച് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ വന്നു. അപ്പോൾ നമുക്കിത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതായത് കമ്പി ബാക്കി വരുന്നതൊന്നും കാണില്ല, കട്ട് ചെയ്ത് കളയും വേണ്ട, പെട്ടെന്ന് അത് കേടുവന്ന് പോവുക അങ്ങനെ ഒന്നും ചെയ്യൂല. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഭാഗം, ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവറിനെ അതിലോട്ട് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറിൽ ഹാങ്ങിങ് വരുന്നുണ്ട്, അതായത് ഹോള് വരുന്നുണ്ട്, നമുക്ക് കോർത്ത് കൊടുക്കാനുള്ള ഹോളുണ്ട്. മറ്റേ ഔളിൻ്റെ ആ ഒരു മിനിയേച്ചറിൽ ഇതില്ല, എന്താ പറയുക, ഹോളില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാൻ അടുത്തത് ചെയ്യുന്നത് 8 എണ്ണം കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 8 എണ്ണം കോർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ നമ്മുടെ ഔളിൽ ഞാൻ പറഞ്ഞു അവിടെ ഹോള് മാത്രമേ ഉള്ളൂ, മറ്റേ ഹോളില്ല. അതായത് നമുക്കിങ്ങനെ ആടിക്കളിക്കാനുള്ള ആ ഒരു ഹോള് അതിലില്ല. അപ്പം നമ്മളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഐപ്പിന് ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഐപ്പിന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്നിങ്ങനെ ഇതുപോലെ കറക്റ്റ് സെൻറ്ററായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒരു റൗണ്ട് ചെയ്ത് അതിനെ കണ്ടില്ല, ആ ഒരു ഹോൾ രൂപത്തിലെത്തുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ട് ആ സെൻറ്റർ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു ഹോള് കിട്ടും. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഇനി കോർത്തെടുക്കാനായിട്ടും പറ്റും. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔളിൻ്റെ ഹാങ്ങിങ്. അപ്പോൾ ഇതും ഇതേപോലെ ഞാൻ ഇതിലോട്ട് കോർത്ത് കൊടുത്തു. ഇനി അതിനുശേഷം 8 ക്രിസ്റ്റൽ ബീഡ് വീണ്ടും കോർത്ത് കൊടുക്കുക. വീണ്ടും ഒരു ഫ്ലവർ ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക. വീണ്ടും 8 ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഔളിൻ്റെ ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ അത് അത്രയും ചെയ്തിട്ട് കാണാം. അപ്പം ഞാൻ അത്രയും ചെയ്തു. എൻ്റെ മോളുടെ അളവിനനുസരിച്ച് എത്രത്തോളം ലെങ്ത്ത് വേണം അതിനനുസരിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് എത്ര മുത്താണോ ഇട്ടത് അതന്നെ ലാസ്റ്റിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റിലും ഞാൻ 12 മുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ലോക്ക് ചെയ്യുക. അതായത് ആദ്യം നമുക്ക് ആ ഒരു നമ്മുടെ
ഇതില്ലേ ലോക്ക് ചെയ്യുന്ന ആ ഒരു ബീഡ് അതിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇട്ടത് തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ആ ലോക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ആ ജംപ് റിങ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ കാണിച്ചതുപോലെ തന്നെ ഈ അറ്റം മറ്റേ ആ ഒരു എന്താ പറയുക ലോക്കിംഗ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ലോക്കായ എൻഡ് ഭാഗത്ത് അതിനൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ആ മുത്തുകളുടെ ഇടയിൽ കൂടെ ഒന്ന് വലിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ആ ഒരു കമ്പി എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, കാരണം ഇതിങ്ങനെ പെട്ടെന്ന് വളയുന്നൊരു ടൈപ്പല്ലേ. അതുകൊണ്ട് ഒരു പെട്ടെന്ന് വളയും ചെയ്യും, അവിടെ ലോക്കായിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ് ഇങ്ങനെ ബെൻഡ് ആവണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം ലോക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ബാക്കി വരുന്ന ആ ഒരു ഗിയർ വയറിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗം മതി. ഇത് കുറച്ചധികം ലെങ്ത് ഉള്ളത് കൊണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഫിഷ് കൊളുത്തും അതേപോലെ ജംപ് റിങ്ങും ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ഫിഷ് കൊളുത്ത് എടുത്തിട്ടുണ്ട്, അതേപോലെ ജംപ് റിങ്ങും എടുത്തിട്ടുണ്ട്. ജംപ് റിങ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ഫിഷ് കൊളുത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആങ്ക്ലെറ്റ് ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആങ്ക്ലെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ നമ്മളിത് മുറുക്കി വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ കൊളുത്ത് പിടിക്കുകയാണെങ്കിലൊക്കെ ഇത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഹോളാക്കിയിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഓരോ ആങ്ക്ലെറ്റും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അത്യാവശ്യം എല്ലാവർക്കും കണ്ടറിയാം ഇതിപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഇതേപോലെ ഈ എന്താ പറയുക എൻഡ് ലോക്ക് ഇടാനാവും ചിലപ്പോൾ അറിയാത്തുണ്ടാവുക. അപ്പോൾ അതും ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നല്ല ആ ഒരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആങ്ക്ലെറ്റ്. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോട്ടോയും അതേപോലെ മോളിട്ടിട്ടുള്ള ഫോട്ടോയൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.